റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അവിടെ ചില പ്രശ്നങ്ങൾ കാരണം അവിടെ കനത്ത മഴ പെയ്തു, അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, അതുകൊണ്ട് റെജിക്ക് സൂമിൽ കയറാൻ പറ്റിയില്ല. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയും അതുപോലെ ഭാരതവിരുദ്ധ കലാപവും ഇവിടെ ഭാരതത്തിൻ്റെ മണ്ണിൽ ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ സ്വയം പ്രഖ്യാപിത കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാരിലുള്ള പ്രതിഷേധത്തിന് അടിസ്ഥാനമില്ല എന്നും പറയുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു റെജി ലൂക്കോസ്? അല്ല, ഇതിനകത്ത് പറയാനുള്ളത്, ഞാൻ വാസവനാണെന്നുണ്ടെങ്കിൽ ഇതൊരു നിസ്സഹായാവസ്ഥയിലാണ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് കൊടുങ്കാറ്റടിച്ചിട്ട് വലിയൊരു പ്രശ്നങ്ങളിലാണ്. ഇലക്ട്രിസിറ്റി വന്നിട്ട് അവിടെ വാർത്തകൾ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റും. റെജി സേഫ് ആണല്ലോ അല്ലേ? എന്തോ താങ്കൾ സേഫ് ആണല്ലോ? പ്രശ്നമില്ല, ഞങ്ങൾക്കൂടെ സേഫാണ്. ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ വ്യാപകമായിട്ട് തന്നെ ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ടിക്കായത്തിന്റെ പ്രസ്താവനയില് അദ്ദേഹം പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞതായിട്ടൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ടിക്കായത്തിനോട് BJPക്കുള്ള പ്രഖ്യാപിതമായിട്ടുള്ള എതിർപ്പും അദ്ദേഹത്തിനുള്ള വിദ്വേഷവും വളരെ പ്രശസ്തമാണ്. കാരണം വെച്ചാൽ ടിക്കായത്തിന്റെ നേതൃത്വത്തിലാണ് കർഷക സമരം ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി. 1 വർഷവും 6 ദിവസവും നീണ്ടുവന്ന ആ കർഷക സമരം ഒടുവിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനോട് മാപ്പ് പറഞ്ഞ് അത് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അല്ല, അത് കർഷകരുടെ മാർച്ചായിരുന്നോ റെജി? അക്ഷരാർത്ഥത്തിൽ കർഷകരുടെ മാർച്ചായിരുന്നു അത്? കർഷകരുടെ മാർച്ചല്ലെങ്കിൽ പിന്നെ എന്തിനാ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് പിൻവലിച്ചത്? ഈ രാജ്യത്തെ എല്ലാ സുശക്തമായിട്ടുള്ള സംവിധാനമുള്ള, ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഭരണ സംവിധാനമുള്ള രാജ്യത്ത് ഒരു സമരത്തിൽ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആ നിയമം നടപ്പിലാക്കിയില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന കാര്യമില്ല. അപ്പൊ അതൊന്നും അല്ല പ്രശ്നം. കർഷക സമരത്തിൽ സാധാരണ കർഷകർ അതിന്റെ ഭാഗമാക്കായിരുന്നില്ല. അത് അന്നേ വാർത്ത വന്നതാണ്. പക്ഷേ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി, കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കുക മാത്രമല്ല, അന്ന് ഈ മാർച്ചിന് നേരെ ഒരു പോലീസിൻ്റെ ഒരു എക്സസ് അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഒരു എക്സസ് ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ചില ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും സർക്കാരിനെ അട്ടിമറിക്കുക, ഇവിടെ ലഹള ഉണ്ടാക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ടിക്കായത്ത് അതുപോലുള്ളൊരു പ്രസ്താവനയായിട്ട് വന്നത്. നോക്കൂ, ബംഗ്ലാദേശിൽ ഹസീനയ്ക്കെതിരെയുള്ള കലാപം അത് ഹിന്ദു വിരുദ്ധ കലാപമായിട്ട് മാറുന്നു, ഭാരതവിരുദ്ധ കലാപമായിട്ട് മാറുന്നു, ഹിന്ദു വംശഹത്യയിലേക്ക് പോകുന്നു. അതിവിടെ ഭാരതത്തിൻ്റെ മണ്ണിൽ ആവർത്തിക്കുമെന്ന് ഒരു സ്വയം പ്രഖ്യാപിത കർഷക നേതാവ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണ് എന്ന് വളരെ വ്യക്തമല്ലേ? അത് മാത്രമല്ല, അദ്ദേഹം ഇന്നത്തെ പരാമർശത്തിൽ താങ്കൾ ശ്രദ്ധിക്കുക, അതായത് ഈ 2021 റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിലേക്ക് നടത്തിയ കർഷക മാർച്ച് ചെങ്കോട്ടയിലേക്കായിരുന്നില്ല നടത്തേണ്ടിയിരുന്നത്, മറിച്ച് പാർലമെൻറ്റിലേക്കായിരുന്നു എന്നുകൂടെ പറയുകയുണ്ടായി. അപ്പോൾ അജണ്ട വ്യക്തമാണ്, അജണ്ട കൃത്യമാണ്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം. ബംഗ്ലാദേശിലെ ഹൈന്ദവ സഹോദരങ്ങളെ വേട്ടയാടുന്നതിന് ശക്തമായ രീതിയിലുള്ള പ്രതികരണമായിട്ട് CPM വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇല്ല, അവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കെട്ടിത്തൂക്കിയപ്പോഴും ഇവിടെ പോളിറ്റ് ബ്യൂറോ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പോളിറ്റ് ബ്യൂറോന്റെ പ്രസ്താവന റെജി വായിച്ചിരുന്നില്ലേ? ഞാനതെല്ലാം വായിച്ചിട്ടാണല്ലോ ഇപ്പം മാന്യമായ ഇതിൽ അതിന് മറുപടി പറഞ്ഞത്. അല്ല, കെട്ടിത്തൂക്കിയതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞോ? റെജി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ പരാമർശം പിൻവലിക്കാം. അല്ല, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയിരിക്കട്ടെ. അത് പരാമർശം പിൻവലിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ് പൂർത്തിയിരിക്കട്ടെ, എന്നിട്ട് ഈ ചോദ്യം ആവർത്തിച്ചോളൂ. ഈ വാർത്തകളെല്ലാം ലോകം മുഴുവനുള്ള വാർത്തകളാണ്. ഇപ്പം NDTVക്ക് മാത്രം കിട്ടിയ വാർത്തകളല്ല, നമ്മളെല്ലാവരും അത് യൂട്യൂബിലൂടെയും മറ്റ് ദേശീയ മാധ്യമങ്ങളിലൂടെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ മറ്റു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൗനം പാലിക്കുമ്പോഴും ബംഗ്ലാദേശിലെ ഹൈന്ദവ സഹോദരങ്ങളെ മേൽ നടക്കുന്ന കുതിരകയറ്റവും വേട്ടയാടലും കൊലപാതക പരമ്പരകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു പാർട്ടിയാണ് CPM. അത് അനിൽ നമ്പ്യാർ കാണാതിരിക്കുകയല്ലോ. താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല കാര്യത്തിൽ. അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെതിരെ നടക്കുന്ന അവിടുത്തെ പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്തിനെതിരെ നടന്ന മുദ്രാവാക്യങ്ങൾക്കെതിരെയൊക്കെ എന്നും ദേശീയതയോടൊപ്പം നിൽക്കുന്ന CPM അപലപിച്ചിട്ടുണ്ട്. അത് പരസ്യമായ വാർത്തകളിലൂടെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ വായിച്ചൊരു കാര്യമാണ്. പിന്നെ എന്നും ദേശീയതയോടൊപ്പം നിൽക്കുന്ന CPM അല്ലേ? സംശയം എന്താ കാര്യത്തിന്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്? നിങ്ങൾ മാത്രമാണ്? എനിക്ക് സംശയമുള്ളൂ, എനിക്ക് നിരവധി സംശയങ്ങളുണ്ട്.
അല്ലാതെ അനിൽ നമ്പ്യാർക്ക് സംശയം വരും. കാരണം ദേശീയപരമായ രീതിയിലുള്ള ജനാധിപത്യ പ്രവർത്തനങ്ങളെയും പാർലമെന്റിനെ പോലും എന്താ പറയുക, ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വക്രീകരണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളെ പോലുള്ളവർക്ക് ജനാധിപത്യത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റത്തില്ല. CPM അറിയാൻ പറ്റും. CPMന്റെ നേതൃത്വത്തിൽ ഈ ജനാധിപത്യ ശക്തികൾക്കെതിരെ പാർലമെന്റ് 100-200ഓളം മെമ്പർമാരെ പുറത്താക്കി ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത പാർലമെന്റിനെ പോലും ജനാധിപത്യത്തിന്റെ രീതിയിൽ ഈ രീതിയിൽ എന്താ പറയുക. ലൂക്കോസ്, അങ്ങനെയാണെങ്കിൽ ദേശീയതയോട് ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ടിക്കായത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഈ നിമിഷം വരെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല? ആ പ്രസ്താവന ശരിയായില്ല. ടിക്കായത്ത് പറഞ്ഞത് ദേശവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, ദേശവിരുദ്ധ പരാമർശമാണ് എന്ന് എന്തുകൊണ്ട് CPM പോളിറ്റ് ബ്യൂറോ ഈ നിമിഷം വരെ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല? എന്തുകൊണ്ടാണ് ഇറക്കാത്തത്? അല്ല, അനിൽ നമ്പ്യാരോട് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വാർത്തകൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങള്. അതുകൊണ്ട് ഇതിന് കൃത്യമായ വിവരങ്ങൾ അറിയത്തില്ല. ദേശവിരുദ്ധമായ പ്രസ്താവന ആരൊക്കെയാലും അവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന പാർട്ടിയാണ് CPM. അക്കാര്യത്തിൽ അനിൽ നമ്പ്യാർക്ക് സംശയം ഉണ്ടെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് സംശയം ഉണ്ടാകത്തില്ല. ഞാനത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇപ്പൊ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ സംബന്ധിച്ചോളം ഇന്ത്യയുമായിട്ട് വളരെ അടുത്തു നിന്ന ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാന്റെ മകൾ എന്നുള്ള നിലയ്ക്ക് 15 വർഷം തുടർച്ചയായിട്ട്, അതിനു മുമ്പ് 5 വർഷം 21 വർഷക്കാലം രാജ്യം ഭരിച്ച ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് ഭരണോട് എന്നും ഈ രാജ്യത്തിനോടും ഇന്ത്യയോടും മമത പുലർത്തിയിരുന്ന ഒരു സർക്കാരാണ്. അവിടുത്തെ ഭരണകക്ഷിയായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഭരണത്തിന്റെ ചീഫ് ഉപദേഷ്ടാവ് എന്നുള്ള വേഷത്തിലിരിക്കുന്ന വ്യക്തിയും അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കാരിദാസിയെ ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തിനോട് കാര്യമായ രീതിയിലുള്ള മമത പുലർത്താത്തവരാണ്. അപ്പൊ അവിടെ നടക്കുന്ന വിദ്വേഷപരമായുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ ജനാധിപത്യവാദികളും ശക്തമായ രീതിയിൽ എതിർക്കുന്നുള്ള വിഷയം എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ ടിക്കായത്തിന്റെ അതാണല്ലോ എന്നോട് അനിൽ നമ്പ്യാർ ചോദിക്കുന്നത്. ടിക്കായത്തിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ടിക്കായത്തിനോട് എപ്പോഴും BJPക്ക് ഒരു എതിർപ്പുണ്ട്. ഒരു കരിനിയമം കൊണ്ടുവന്ന് അത് പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഡൽഹിയിലെ മാർച്ചിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഭരണകക്ഷിയെയും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എത്തിച്ചുവെങ്കിൽ അനിൽ നമ്പ്യാർ എന്നോട് ചോദിച്ച് ന്യായമായ കുറെ കാര്യങ്ങൾ അംഗീകരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ സമരം നടത്തിയത്? ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർഷകർ സമരം നടത്തിയത്. ലോകത്തിൽ ഇതുവരെ ഇത്രയും ദീർഘമായ ഒരു സമരം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സമരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അംബാനിക്കും അദാനിക്കും ഇടയും കർഷകരുടെ വിളകൾ അടിയറവ് വെച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന മിനിമം വേജസിനെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഭക്ഷ്യ ഗോഡൌണുകളിൽ അവർക്ക് ദാനം ചെയ്തുകൊണ്ട് കർഷകരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തിരുത്തക്ക രീതിയിലുള്ള ഒരു കരിനിയമം, ആ നിയമങ്ങളുടെ മുഴുവൻ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനെതിരെ കർഷകരെ നയിച്ചതിൽ മുൻനിരയിൽ നിന്നൊരു നേതാവാണ് ടിക്കായത്ത്. എന്താ സംശയക്കാര്യത്തിൽ? അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോടുള്ള ഒരു എതിർപ്പ് BJP പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്, അതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ അദ്ദേഹം പാർലമെന്റ് മാർച്ച് നടത്തേണ്ട ഏത് കോൺഗ്രസിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പാർലമെന്റ് മാർച്ച് നടത്തുന്നതിനകത്ത് വലിയ അതിശയൊന്നുമില്ല. ജനാധിപത്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത് ഒരു വർഷത്തിൽ ഒന്നേരം നടക്കാറുണ്ട്, വിവിധ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട്. അത് ഒന്ന് നടത്തി നോക്കട്ടെ, ഈ ട്രാക്ടറുകളും കൊണ്ട് അങ്ങ് നടത്തി നോക്കട്ടെ, ദേശവിരുദ്ധരെയും അണിനിരത്തി അങ്ങ് പാർലമെന്റിലേക്ക് നടത്തട്ടെ, അപ്പൊ വിവരം അറിയും ടിക്കായത്ത്. അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോകാതെ. കാരണം നിങ്ങൾക്കെതിരെ ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ നയങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ജനാധിപത്യ അവകാശത്തോടുള്ള സമരങ്ങൾക്കെല്ലാം നിങ്ങൾ അസഹിഷ്ണുതരാണല്ലോ. അത് സ്വാഭാവികമാണ്. സമരം ചെയ്യാൻ പോലും പാടില്ല. അങ്ങനെ നാമജപം നടത്താൻ പറ്റുമോ? നാമജപം നടത്താൻ പറ്റുമോ? അത് കുഴപ്പമുണ്ടോ? ഒരു പ്രാർത്ഥന ചെല്ലുന്നതിന് നാമജപം, നമ്മുടെ ശബരിമല സമയത്ത് നാമജപം നടത്തിയ അമ്മമാരെ അടിച്ചവരാണ് വേദാന്ത് നടക്കുന്നത്. നാമജപം നടത്തിയ പാവപ്പെട്ട അമ്മമാരെ അടിച്ചവരൊക്കെയാ വേദാന്ത് നടക്കുന്നത്. ആണക്കേട്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ജൂൺ 4-ാം തീയതി നരേന്ദ്രമോദി അല്ല ജൂൺ 4-ാം തീയതി, ഞാൻ കോട്ടയംകാരനാ. ജൂൺ 4-ാം തീയതി എന്റെ പേര് സ്റ്റാൻലി സെബാസ്റ്റ്യൻ, കോട്ടയം മണ്ഡലത്തിലെ വോട്ടറാ, അത്രേ ഉള്ളൂ. അതായത് ഈ 4-ാം തീയതി നരേന്ദ്രമോദി ഈ 4-ാം തീയതി നരേന്ദ്രമോദി ജയിച്ചില്ലായിരുന്നെങ്കിൽ, പപ്പുവിന്റെ ഗവൺമെന്റ് ആയിരുന്നു അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ, നിങ്ങളുടെ മാൻഡ്രയ്ക്ക് തിരുവനന്തപുരത്തും റെജി ലൂക്കോസ് കോട്ടയത്തും നജീബുള്ള ആടിയ പോലെ ആടിയാന്. അതെങ്കിലും ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് റെജി ലൂക്കോസ് ഇന്ന് റെജി ലൂക്കോസ് ആയിട്ട് കോട്ടയത്ത് ഇരിക്കുന്നതും മാൻഡ്രയ്ക്ക് തിരുവനന്തപുരത്ത് ഇരിക്കുന്നതും. അല്ലെങ്കിൽ നജീബുള്ളക്ക് സംഭവിച്ചറിയാമല്ലോ അഫ്ഗാനിസ്ഥാനില്, അതായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക നരേന്ദ്രമോദി വന്നതിന്, അത്രേ പറയുന്നുള്ളൂ. താങ്കൾ ഈ മാൻഡ്രേക്കൊക്കെ ഉദ്ദേശിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിയമസഭാ രേഖയിൽ ഷാഫി പറമ്പിൽ വിളിച്ചിട്ടുണ്ട്. നിയമസഭാ രേഖയിലുണ്ടത്, കേരള നിയമസഭയുടെ രേഖയിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ചർച്ച നയിക്കുന്ന അനിൽ നമ്പ്യാരാണോ ഇപ്പൊ ഈ ബഹുമാനപ്പെട്ട സുഹൃത്താണോ നയിക്കുന്നത്? അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. ചർച്ചയല്ലേ റജി, സംവാദമല്ലേ? എനിക്ക് അല്ലല്ല അങ്ങനെയല്ല, അത് പറയുമ്പോൾ ഒരു പാർലമെന്ററി പരമായ രീതിയിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കണ്ടേ? Yes, yes. പാർലമെന്റിലുണ്ട് ചേട്ടാ, അസംബ്ലിയിലുണ്ട്, നീക്കം ചെയ്തിട്ടില്ല. അസംബ്ലി രേഖയിലുണ്ട്, അസംബ്ലി രേഖയിലുണ്ട്. ഈ ചർച്ചയിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് പങ്കെടുക്കത്തില്ല. കാരണം ഞാൻ മാന്യമായ ചർച്ച പങ്കെടുക്കുന്നില്ല. ജനാധിപത്യ രീതിയിൽ ചർച്ചകളിൽ പങ്കെടുക്കാറുള്ളൂ. അപ്പൊ ഇത് മാൻഡ്രേക്ക് എന്നൊക്കെ നജീബുള്ള ബാജിയുള്ള പേരാണല്ലോ. നജീബുള്ള ഒന്ന് പറയട്ടെ, അതെ എന്നെ സംസാരിക്കാൻ പറയട്ടെ. യെസ്, ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. റജി പറഞ്ഞോളൂ പ്ലീസ്. അത് ശരിയല്ല നമ്പ്യാരെ, കാരണം അതെ മോശമല്ലേ? കാരണം എന്റെ അനിൽ നമ്പ്യാരെന്ന് ഈ ബാൻഡ്രേക്ക് വിളിച്ച ആരാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അത് ഉദ്ദേശിച്ച ആളാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ കയറി ഇത്തരം വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം ചർച്ചയിൽ ഞാൻ പങ്കെടുക്കത്തില്ല. വൃത്തികെട്ട വാക്കാണോ? ഞാൻ മറുപടി പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇതേലും കേൾക്കുക. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ മറുപടി പറയുമ്പോൾ അതിനകത്ത് ഇടയ്ക്ക് കയറി വേറൊരാളെ ചോദിക്കാൻ അനുവദിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചർച്ചയല്ല. അത് പിന്നെ എന്താ പറയാ, ഒരു പാർട്ടീനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഒരാളെ കൊണ്ട് ഇരുത്തിയാണ് കാര്യത്തിലേക്ക് വരൂ റജി പ്ലീസ്. പക്ഷെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്നോട് ചോദ്യം ചോദിക്കണം അനിൽ നമ്പ്യാരാ. ഞാൻ ഇടപെട്ടല്ലോ. ഞാൻ സ്റ്റാൻലി സെബാസ്റ്റ്യനോട് അദ്ദേഹം സംസാരിക്കുന്നത് നിർത്താൻ പറഞ്ഞു. താങ്കൾ വരൂ, പോയിന്റിലേക്ക് വരൂ പ്ലീസ്. അതൊക്കെ അവർക്ക് ശേഷമല്ലേ നമ്പ്യാരെ, നമ്മളൊരു ചർച്ചയ്ക്ക് ഇരിക്കും. നമ്മൾ എത്ര നല്ല അല്ല, അത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ പ്ലീസ്. സമയമില്ല. ശരിയല്ല, അത് സമയമില്ല എങ്കിൽ നിങ്ങൾ ആ സമയമായി വെറുതെ നഷ്ടപ്പെടുത്താനായിട്ട് അനുവാദം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അല്ല, എനിക്ക് അറിയേണ്ടത് ഈ ടിക്കായത്തിന്റെ പരാമർശങ്ങളെ റജി ലൂക്കോസ് അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യെസ് ഓർ നോ? ടിക്കായത്തിന്റെ പരാമർശങ്ങളെ റജി ലൂക്കോസ് അനുകൂലിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ജനാധിപത്യത്തിൽ നമുക്ക് ഈ അവകാശങ്ങളുണ്ട്. അത് അൺപാർലമെന്ററി ആയിട്ട് യെസ് ഓർ നോ? മനസ്സിലായില്ലേ? BJP മാൻഡ്രേക്ക് എന്ന വാക്ക് അൺപാർലമെന്ററി അല്ല പ്ലീസ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഉപയോഗിച്ച വാക്കുകളെ കുറിച്ച് അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളെല്ലാം ഞാനിവിടെ നിരത്തേണ്ടി വരും. വേണോ? അത് നിങ്ങൾ നിരത്തിക്കോളൂ, ഞാനത് കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അത് അനിയന്തം പേര് നിരത്തെ വേറെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഒരാൾ കയറി എന്നോട് അല്ല റജി, ഈ വിഷയത്തിൽ ഇനി വല്ലതും പറയാനുണ്ടോ? പറഞ്ഞത് തന്നെ ആവർത്തിക്കാതെ പ്ലീസ്. പേരാണ് നിങ്ങളുടെ ചോദ്യത്തിൽ ഞാൻ മറുപടി പറയാം. നിങ്ങൾ അവിടെ മൗനമായിട്ട് വേറൊരാളെ കൊണ്ട് ചോദിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻസൾട്ടിങ്. ദാറ്റ്സ് നോട്ട്